നമസ്കാരം. മിക്ക സിനിമകളിലും തുടക്കത്തിൽ എഴുതി കാണിക്കാറുണ്ട്, ഈ സിനിമയിൽ വരുന്ന കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്, ജീവിച്ചിരിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. ആ കാറ്റഗറിയിൽ തന്നെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. തികച്ചും സാങ്കല്പികമാണ്, എൻ്റെ ഒരു വിലയിരുത്തലാണ്. എമ്പുരാൻ സിനിമ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഇവിടെ പറയുക എന്നതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ സിനിമയുടെ മറ്റ് സാങ്കേതിക കഥയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ പറ്റിയുള്ള എൻ്റെ വിലയിരുത്തലല്ല ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. സിനിമ ഏതാണ്ട് അവസാനിക്കാറാകുന്ന സ്റ്റേജിലെത്തുമ്പോഴേക്കും ഒരു ചൈനീസിൻ്റെ വില്ലനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഫോൺ ചെയ്യുന്നതും മോഹൻലാൽ ഫോൺ എടുക്കുന്നതും, അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ കൂടിയായ ടൊവിനോ തോമസ് ഹെലികോപ്റ്റർ അപകടം സംഭവിക്കുന്നതായിട്ടൊക്കെ ഇതിനകത്ത് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് മോഹൻലാലുമായിട്ടുള്ള സംഭാഷണത്തിൽ ചൈനീസ് വില്ലൻ പറയുന്നുണ്ട്, നിൻ്റെ ഒരു സഹോദരനെ ഞാനങ്ങ് എടുക്കുകയാണ് എന്നും പറഞ്ഞു. അത് പറയുകയും അപകടം സംഭവിക്കുകയും എല്ലാം ഏതാണ്ട് ഒരേ സമയത്തോടു കൂടിയാണെന്നാണ് തോന്നുന്നത്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ സിനിമയുടെ മൂന്നാം ഭാഗത്തേക്കുള്ള കഥ ഇനി അങ്ങോട്ട് ചൈനയുമായി ബന്ധപ്പെട്ടുള്ള കഥയാണെന്നും, ഈ സിനിമയിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എബ്രഹാം ഖുറേഷി ആൻഡ് ലൂസിഫർ എന്ന് പറയുന്ന ഈ രണ്ടും ആൾ ഒന്ന് തന്നെയാണ്. സിനിമയുടെ നായകൻ, ആ നായകൻ്റെ യൗവനകാലം ആണ് ഇതിൽ നിന്നും ഇനി കാണിക്കാൻ പോകുന്നതായിട്ടാണ് സ്ക്രീനിൽ നമ്മളെ കാണിച്ചിരിക്കുന്നത്. സ്ക്രീനിൽ കാണിച്ച വിഷ്വൽസ് വെച്ചാണ് ഞാൻ എൻ്റെ ഈ വിലയിരുത്തൽ, എൻ്റെ ഈ കണ്ടെത്തൽ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ സിനിമയുടെ നായകൻ പ്രണവ് മോഹൻലാൽ തന്നെയാണ്. കാരണം അടുത്ത കാലത്ത് ലാലേട്ടൻ പറയുന്നതും കേട്ട് പ്രണവ് ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അത് ഇതാവാം. ലാലേട്ടൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അവന് അധികം സിനിമകളും ചെയ്യാറില്ല, കൂടുതൽ യാത്രയാണെന്നും. ഒപ്പം തന്നെ പറഞ്ഞു പിന്നെ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം മിക്കവാറും ഈ സിനിമയുടെ എൻഡിൽ കാണിക്കുന്ന വിഷ്വൽസിനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയിൽ ഉടനീളം പ്രണവിൻ്റെ കഥയാണ്. ആ കഥ ചൈനീസ് വില്ലന് ഉണ്ടായ ദുരിതങ്ങൾ, ഈ മോഹൻലാലിൻ്റെ യൗവനകാല ക്യാരക്ടർ വരുത്തിവെച്ച ദുരിതങ്ങൾ, അത് ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്നതിനെ ചുറ്റിപ്പറ്റി തന്നെയാവും പോകാനാണ് സാധ്യത. എന്നാൽ ഏറ്റവും ഒടുവിൽ ആ ചൈനീസ് വില്ലനെ കഥ കഴിപ്പിച്ച് സംഹാരം താണ്ഡവമാടാൻ എബ്രഹാം ഖുറേഷി എന്ന മധ്യവയസ്കൻ വരികയും വന്ന് അത് കശാപ്പ് ചെയ്ത് പടം അവിടെ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഈ സിനിമ എംബ്രാൻ്റെ എൻ്റെ ഭാഗം കണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് എത്രത്തോളം ഞാൻ പറഞ്ഞത് സത്യമാകും, സക്സസ്ഫുൾ ആകും എന്ന് എനിക്കറിയില്ല. പക്ഷേ സബ്ജക്റ്റ് അല്ലെങ്കിൽ കണ്ടൻറ്റ് ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രണവിന് നല്ലൊരു തിരിച്ചു വരവുണ്ടാവും സിനിമാ മേഖലയിൽ. പ്രണവ് സിനിമാ മേഖലയിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് ലാലേട്ടൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. ഉദാഹരണത്തിന് വിജയുടെ അപ്പൻ സംവിധായകനാണ്. അയാൾ വിജയെ വെച്ച് ആദ്യം ഒരു സിനിമ എടുത്തു, പടം വേണ്ട രീതിയിൽ വിജയിച്ചില്ല. തൊട്ടടുത്ത് തന്നെ നിരാശനായ അദ്ദേഹം വിജയകാന്തിനെ സമീപിച്ചു. എന്നിട്ട് വിജയെ നായകനാക്കി വിജയകാന്തിനെ അതിനകത്ത് ഈ ഗസ്റ്റ് റോളാക്കി കൊടുത്തു, ഒരു സിനിമ ചെയ്തു. അതിൽ നിന്നാണ് വിജയ്ക്ക് കയറി വരുന്നത്. വിജയ്ക്ക് പിന്നെ അവിടെ തൊട്ട് പിന്നെ ഉയർച്ച തന്നെയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇനി വരുന്ന എംബ്രാൻ 3യുടെ മെയിൻ ക്യാരക്ടർ പ്രണവ് ആയിക്കൂടാ മേലാഴിയോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഏറ്റവും അവസാനമായിട്ട് ലാലേട്ടൻ വന്ന് ആ സിനിമ പൂർത്തിയാകുന്നവരെ ഉണ്ടാവും. എന്ന് വെച്ചാൽ മിക്കവാറും നായകൻ പ്രണവ് തന്നെയായിരിക്കും എന്നതാണ് എൻ്റെ നിഗമനം. അതിൻ്റെ എല്ലാ സൂചനകളും ഈ സിനിമയുടെ അവസാന ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എൻ്റെ സാങ്കല്പികമായ വിലയിരുത്തൽ ദീപം FIS ചാനൽ പ്രേക്ഷകർക്ക് പങ്കുവെക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.